നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യക്ക് സ്വതന്ത്രം ലഭിക്കുമ്പോൾ 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. നാട്ടുരാജ്യ സംയോജനത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി പ്രവർത്തിച്ചിരുന്ന മലയാളിയാണ് വി.പി. മേനോൻ. ആരാണ്? വി.പി. മേനോൻ. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്, ദി ട്രാൻസ്ഫേഴ്സ് ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് വി.പി. മേനോനാണ്. 1952 ഒഡീഷ ഗവർണറായിരുന്നു വി.പി. മേനോൻ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദ്, കശ്മീർ, ജൂനാഗഡ് എന്നിവ. ജനഹിത പരിശോധന നടത്തി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഗുജറാത്തിലെ ജൂനാഗഡ്. ഹൈദരാബാദിനെ 1948 സെപ്റ്റംബർ 17 ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ഏതാണ്? ഓപ്പറേഷൻ പോളോ. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാണ് ഹരിസിംഗ്. ഇന്ത്യ സ്വതന്ത്രം നേടിയിട്ടും ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന 2 വിദേശികളായിരുന്നു ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുകയും ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായ മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം എന്നിവ 1954 ഇന്ത്യയോട് ചേർക്കുകയും ചെയ്തു. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി മഹാജനസഭയായിരുന്നു. ആരാണ്? മയ്യഴി മഹാജനസഭയായിരുന്നു. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐക്യകുമാരനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പോർച്ചുഗൽ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഗോവ, ദാമാൻ, ദിയു എന്നിവ. ഏതൊക്കെയാണ്? ഗോവയും ദാമാൻ, ദിയുവാണ്. ഓപ്പറേഷൻ വിജയിലൂടെ ഇന്ത്യക്കാർ ഗോവ പിടിച്ചെടുത്തതിലൂടെ 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുകയും ചെയ്തു. ഗോവ വിമോചനം നടന്ന വർഷം 1961. ആദ്യ പൊതുതെരഞ്ഞെടുപ്പും സംസ്ഥാന രൂപീകരണവും. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം 489 ആയിരുന്നു. അതിൽ 364 സീറ്റുകൾ നേടി കോൺഗ്രസ് വിജയിച്ചു. 1948 സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് ഭാഷാടിസ്ഥാനത്തിലാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് എസ്.കെ. കമ്മീഷനെ നിയമിച്ചു. എച്ച്.എൻ. കുൻസ്ട്രോം, കെ.എം. പണിക്കർ എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റംഗങ്ങൾ. 1953 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായിട്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലൂടെ 16 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 1950 മാർച്ച് 15 ജവഹർലാൽ നെഹ്റു ചെയർമാനായി കൊണ്ടുള്ള ഒരു പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു.